ആലപ്പുഴയിൽ ഭർത്താവിന്റെ വഴിവിട്ട ബന്ധം ചോദ്യം ചെയ്തതിന് ഭാര്യയ്ക്ക് ക്രൂരമർദ്ദനം. മണ്ണഞ്ചേരി പതിശ്ശേരി വീട്ടിൽ ശരണ്യയാണ് ഭർത്താവ് സനൽ അതിക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിന് CCTV ദൃശ്യം ഉൾപ്പെടെ ശരണ്യ ആലപ്പുഴ DYSPക്ക് പരാതി നൽകി. പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി മണ്ണഞ്ചേരി പോലീസ് ഭർത്താവിനെതിരെ കേസെടുത്തു. കഴിഞ്ഞ 28-നായിരുന്നു സംഭവം. കൈക്കുഞ്ഞുമായി നിൽക്കുകയായിരുന്ന ശരണ്യയെ മുടിക്ക് കുത്തിപ്പിടിച്ച് അടിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ ശരണ്യയുടെയും കുഞ്ഞിന്റെയും തലകൾ കൂട്ടിയിടിച്ച് കുഞ്ഞിന് പരിക്കേറ്റു. ഭർത്തൃപിതാവ് ഇടപെട്ടതോടെയാണ് യുവതി രക്ഷപ്പെട്ടത്. അമ്മയും കുഞ്ഞും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. കഴിഞ്ഞ 1 വർഷമായി അനുഭവിക്കുന്നത് കൊടിയ പീഡനമാണെന്ന് യുവതി 24-നോട്. ഇപ്പം പുള്ളിക്ക് ഒരു ചെറിയ റിലേഷൻഷിപ്പ് ഉണ്ട്. അതിൻ്റെ പേര് ചോദ്യവും പറച്ചിലുമായിട്ട് 1 വർഷത്തോളമായി. ഞാനെപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചാലും എനിക്ക് അടിയും ഇതാണ്. ഞാൻ കുറേ സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്ത് അവർ രമ്യതയിൽ പരിഹരിച്ച് വിട്ടതാണ്. ഇവിടെ വരുമ്പം പുള്ളിയെല്ലാം ഏറ്റിട്ട് പോകും. പിന്നെ വീട്ടിൽ ചെന്നാലും പിന്നെയും പഴയപടി തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ പുള്ളിക്കാരി ഫോണിലോട്ട് വിളിച്ച് അതിൻ്റെ പേര് ഞാൻ ചോദ്യവും പറച്ചിലും ആയപ്പോഴാണ് ഇങ്ങനെ അടിയുണ്ടായത്. സംഭവത്തിൽ അടിയന്തരമായി കേസെടുക്കാൻ മണ്ണഞ്ചേരി പോലീസിനോട് DYSP MR മധുബാബു നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് മണ്ണഞ്ചേരി പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ 12 വർഷമായി സനലിനെ വിവാഹം കഴിച്ച് സനലിന്റെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഭർത്തൃവീടായ പന്നിശ്ശേരിയിൽ താമസിക്കുകയായിരുന്നു ശരണ്യ. ഇരുവർക്കും 13ഉം 3ഉം വയസ്സുള്ള കുട്ടികളുണ്ട്. കഴിഞ്ഞ 1 വർഷമായി മറ്റൊരു സ്ത്രീയുമായി സനലിന് സൗഹൃദമുണ്ടെന്ന് ശരണ്യ കണ്ടെത്തി. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് നിരന്തരം മർദ്ദിക്കുമായിരുന്നു. മുൻപ് മണ്ണഞ്ചേരി പോലീസിൽ പരാതി നൽകിയെങ്കിലും കുടുംബ പ്രശ്നമായതിനാൽ പോലീസ് പ്രശ്നം പറഞ്ഞു പരിഹരിച്ചു. എന്നാൽ പരാതി നൽകിയതിനു ശേഷവും മർദ്ദനം തുടർന്നു. 27-ന് വീട്ടിൽ വരാതിരുന്ന സനലിന്റെ ഫോണിലേക്ക് തൊട്ടടുത്ത ദിവസം സുഹൃത്തായ സ്ത്രീയുടെ ഫോൺ വന്നത് ചോദ്യം ചെയ്തതിനായിരുന്നു 28-ന് ക്രൂരമായി മർദ്ദിച്ചത്. സനൽ ഉപദ്രവിക്കുമെന്ന് പേടിച്ച് ശരണ്യയും കുഞ്ഞും ചികിത്സ തേടിയിരുന്നില്ല. മുൻപും സമാനമായി മർദ്ദിച്ചപ്പോൾ വീട്ടിലെ CCTVയിൽ നിന്ന് ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയിരുന്നുവെന്നും ഇത് സൂക്ഷിച്ചിരുന്ന ഫോൺ സനൽ തകർത്തുവെന്നും പരാതിയിലുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കും സനൽ പണം തരാറില്ലെന്നും സുഹൃത്തായ യുവതിയുടെ ഒപ്പം ജീവിക്കുന്നതിനായി തന്നെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ശരണ്യ നൽകിയ പരാതിയിൽ പറയുന്നു. കേസെടുത്തെങ്കിലും ഇതുവരെയും സനലിനെ പോലീസ് പിടികൂടിയിട്ടില്ല. 24 ആലപ്പുഴ.